എൻ്റെ അനുഭവം എന്ന പേരിൽ 4ാം ക്ലാസ്സിൽ എഴുതിയ സങ്കടക്കുറിപ്പ് മലയാളികളുടെ എല്ലാവരുടെ സങ്കടമായി. അപ്പനും രണ്ടാനമ്മയും ചേർന്ന് കുഞ്ഞിനെ ഉപദ്രവിച്ചതാണ് കാരണം. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകളും അടികൊണ്ട് വീർത്ത കവളുകളുമാണ് ടീച്ചറിനെ അവളുടെ നോട്ട്ബുക്കിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി കുറേ മിഠായികളുമായിട്ട് അവളെ കാണാൻ പോയി. അപ്പോൾ അവൾ വീണ്ടും ഒരു നിവേദനം മുന്നോട്ട് വെച്ചു. വാപ്പിക്കൊരു തെറ്റുപറ്റിയാണ്, വാപ്പിയോട് ക്ഷമിക്കണം. ചുറ്റുള്ളവർ വീണ്ടും കരഞ്ഞു. കൗൺസിൽ രംഗത്ത് ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അവർ കുഞ്ഞുനാളിൽ അവർക്കുണ്ടായിരുന്ന ട്രോമയാണ്. 3 വയസ്സുള്ളൊരു കുട്ടി ഒരാളെ പീഡിപ്പിക്കുന്നുണ്ട്. ഇവരും സുഹൃത്തുക്കളത് കണ്ടു, പക്ഷെ അതെന്താണെന്ന് മനസ്സിലായില്ല, പേടിയായി, ആരോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അതിങ്ങനെ വല്ലാത്ത സങ്കടമായിട്ട് ഉള്ളിൽ വരാണ്. ഒരു കുറ്റബോധമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാമെന്ന് പറയാം. എത്രയോ കുഞ്ഞുങ്ങളാണെന്നറിയുമ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ നിശബ്ദരാക്കപ്പെടുന്നത്. സംരക്ഷിക്കേണ്ട മാതാപിതാക്കൾ ഉയർത്തുന്ന വലിയ കലഹങ്ങൾ, അവരുടെ ഉയർത്തുന്ന ഒച്ച പോലും കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളിങ്ങനെ എടുത്തു പോവാണ്. എത്ര പേരെയാണ് നീണ്ട മൗനത്തിലേക്ക് അത് തള്ളിവിടുന്നത്, ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഷോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, എ ക്രിയേറ്റീവ് അഡൽട്ട് ഈസ് എ ചൈൽഡ് ഹു സർവൈവ്ഡ്. എത്രയോ കുട്ടികളാണ് ഇങ്ങനെ സർവൈവ് ചെയ്യാതെ പോകുന്നത്. എത്രയോ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, സ്വപ്നങ്ങളാണ് ഈ ഒച്ചപ്പാടിൽ, ബഹളത്തിൽ, കലക്കത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ ഓർക്കണം. എന്താ ഗോസ്പൽ ഈശോ പറയാണ്, ഈ ചെറിയവരിൽ ഒരാളെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഇറ്റ്സ് എ വാർണിംഗ്. സൂക്ഷിക്കാൻ ഈശോ പറയാം. കാരണം മാലാഖമാരിങ്ങനെ 24 hours അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പൻ ഒരാളെപ്പോലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത്രമേൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് കുഞ്ഞുങ്ങളെന്ന് ഓർക്കണം. ഒരു നോട്ടം കൊണ്ട് പോലും ഒരു കുഞ്ഞിനെ നോവിക്കാൻ ഒരുത്തനും കഴിയാത്ത വിധം ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാക്കണം.